KPC പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകാൻ കോൺഗ്രസ്. മന്ത്രിസഭാ മോഡൽ പിന്തുടരാനാണ് നീക്കം. പുനഃസംഘടനാ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിലെത്തി AICC നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചകൾ തുടങ്ങി. അര ഡസനോളം നേതാക്കളാണ് KPC പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട് രംഗത്തുള്ളത്. യുവമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി KPCC പുനഃസംഘടിപ്പിക്കാനാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നീക്കം. മന്ത്രിസഭയിൽ പുതുമുഖങ്ങളെയും യുവാക്കളെയും ഉൾപ്പെടുത്തിയ അതേ മാതൃക പിന്തുടരാനാണ് ആലോചന. പരമാവധി 55 വയസ്സിനകത്തുള്ളവരെ തലപ്പത്തെത്തിക്കാനാണ് നീക്കം. എന്നാൽ അര ഡസനോളം നേതാക്കൾ അധ്യക്ഷകുപ്പായം തുന്നി കാത്തിരിക്കുന്നുണ്ട്. ബെന്നി ബെഹനാനായി A ഗ്രൂപ്പ്, മാത്യു കുഴൽനാടനായി KC വിഭാഗം, ജോസഫ് വാഴക്കനായി രമേശ് ചെന്നിത്തല. ദേശീയ നേതൃത്വത്തെ കണ്ട അവകാശവാദം ഉന്നയിച്ച് MPമാരായ കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും. ദിവസങ്ങൾ കഴിയുന്തോറും അവകാശികളുടെ എണ്ണം കൂടുകയാണ്. രണ്ടും കൂടെ ഒരാൾ ചുമതല വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നതാണ് കൂടുതൽ നല്ലത്. പാർട്ടി നേതൃത്വം ഉചിതമായ ചർച്ചകൾ നടത്തിയ നല്ലത്. അവർ ചർച്ച ആരംഭിച്ചിട്ടില്ല. KPCC DCC പുനഃസംഘടനാ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിലെത്തി. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച നന്ദി സൂചകമെന്ന് ഔദ്യോഗിക വിശദീകരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.